ഹലോ നമസ്കാരം, എല്ലാവർക്കും സൈലന്റ് ടീച്ചിങ് എക്സാമിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കേട്ടറ്റിൻ്റെ സർവീസിലുള്ള അധ്യാപകർക്കുള്ള സ്പെഷ്യൽ കേട്ടറ്റ് എക്സാം വരുന്ന ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള സൈലന്റ് ടീച്ചിങ് എക്സാമിൻ്റെ മാരത്തോണാണ്. അതിൽ മാത്തമാറ്റിക്സിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മാത്സിൽ മെയിനായിട്ട് കേട്ടറ്റിന് ചോദിക്കുന്ന ചില പാറ്റേണുകളിലുള്ള ചോദ്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ചോദ്യത്തിലേക്ക് കടക്കാം. 33,333 എന്ന സംഖ്യയിലെ ഇടത്തെ അറ്റത്തെയും വലത്തെ അറ്റത്തെയും മൂന്നുകളുടെ സ്ഥാനവിലകളുടെ തുക എത്രയാ? എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ ഇവിടുത്തെ സംഖ്യ വരുന്നത് എത്രയാന്നുള്ള കാര്യം ഒന്ന് നോക്കാം. 33,333 സംഖ്യ വരുന്നത്. സംഖ്യ മനസ്സിലാക്കി വെക്കുക. 33,333. സ്ഥാനവില എന്താന്നുള്ള കാര്യം അറിയണം. അതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. അപ്പൊ തുടങ്ങാം. സ്ഥാനവില എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാനവില ഇപ്പോൾ 1728 എഴുതുകയാണെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഇതാണ് ഒറ്റയുടെ സ്ഥാനത്തുള്ള ആള്, ഇതാണ് 10ന്റെ സ്ഥാനത്തുള്ള ആള്, ഇയാളാണ് 100ന്റെ സ്ഥാനത്തുള്ള ആള്, ഇയാളാണ് 1000ന്റെ സ്ഥാനത്തുള്ള ആള്. 1728 എന്ന് പറയുന്ന സംഖ്യ എഴുതുകയാണെങ്കിൽ 8 ഒറ്റയുടെ സ്ഥാനത്തുള്ള ആള്, 2 10ന്റെ സ്ഥാനത്തുള്ള ആള്, 100ന്റെ സ്ഥാനത്തുള്ള ആള് 7, 1000ന്റെ സ്ഥാനത്തുള്ള ആള് 1. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചു ഇവിടെ 8ന്റെ സ്ഥാനവില എത്രയാന്ന് ചോദിച്ചാൽ 8 × 1 ചെയ്താൽ മതി. 2ന്റെ സ്ഥാനവില എത്രയാന്ന് ചോദിച്ചാൽ 2 × 10 20 2ന്റെ സ്ഥാനവില. 7ന്റെ സ്ഥാനവില എത്രയാന്ന് ചോദിച്ചാൽ 7 × 100 700 7ന്റെ സ്ഥാനവില. 1ന്റെ സ്ഥാനവില എത്രയാന്ന് ചോദിച്ചാൽ 1 × 1000 1000 സ്ഥാനവില. ഇങ്ങനെയാണ് സ്ഥാനവില എന്ന് പറയുന്ന കോൺസെപ്റ്റ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് 33,333 എന്ന സംഖ്യയിലെ ഇടത്തെ അറ്റത്തെയും വലത്തെ അറ്റത്തെയും മൂന്നുകളുടെ സ്ഥാനവിലകളുടെ തുക എത്രയാ? അപ്പൊ ഇടത്തെ അറ്റത്തെ 3 എന്ന് പറഞ്ഞാൽ ഇയാള്, വലത്തെ അറ്റത്തെ 3 എന്ന് പറഞ്ഞാൽ ഇയാള്. ഇവരുടെ സ്ഥാനവിലകളുടെ തുക കാണണം. അപ്പൊ സ്ഥാനവില എഴുതാം. ഇത് ഒറ്റയുടെ സ്ഥാനത്തുള്ള ആളാ, ഇത് 10ന്റെ സ്ഥാനത്തുള്ള ആള്, ഇത് 100ന്റെ സ്ഥാനത്തുള്ള ആള്, ഇയാള് 1000ന്റെ സ്ഥാനത്തുള്ള ആള്, ഇയാള് 10,000ന്റെ സ്ഥാനത്തുള്ള ആള്. അപ്പൊ ഇടത്തെ അറ്റത്തുള്ള 3ന്റെ സ്ഥാനവില എത്രയാ? 3 × 10,000. അതായത് 3 × 10,000 എന്ന് പറഞ്ഞാൽ 30,000. ഇതാണ് ഇടത്തെ അറ്റത്തുള്ള 3ന്റെ സ്ഥാനവില. ഇനി വലത്തെ അറ്റത്തുള്ള 3ന്റെ സ്ഥാനവില 3 × 1 3. അപ്പൊ ഇവരുടെ തുകയാണ് ചോദിച്ചത്. 30,000ന്റെയും 3ന്റെയും തുക 30,003 എന്ന് കിട്ടുന്നു. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഇങ്ങനെയാണ് സ്ഥാനവിലകളുടെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക. ഒരു ചോദ്യം കൂടെ നോക്കാം അതേ മോഡൽ. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ 5ന്റെ സ്ഥാനവിലയുടെ തുക എത്രയാ? തുടങ്ങാം. ഏതൊക്കെയാ സംഖ്യകളുണ്ട്? 55 എന്ന് പറയുന്ന സംഖ്യ ഉണ്ട്, 20,500 എന്ന് പറയുന്ന സംഖ്യ ഉണ്ട്, 15,500 എന്ന് പറയുന്ന സംഖ്യ ഉണ്ട്. ഇവരില് 5ന്റെ സ്ഥാനവിലകളുടെ തുക കാണണം. തുടങ്ങാം. ആദ്യം ഇവിടെ നോക്കാം. ഇത് ഒറ്റയുടെ സ്ഥാനം, ഇത് 10ന്റെ സ്ഥാനം. അപ്പോ ഈ 5ന്റെ സ്ഥാനവില 5 × 1 5 പ്ലസ് അടുത്ത 5ന്റെ സ്ഥാനവില 5 × 10 50. അപ്പൊ ഇവിടെയുള്ള 5കളുടെ സ്ഥാനവിലയുടെ തുക 55. അടുത്തത് ഇവിടെയുള്ള 5ന്റെ സ്ഥാനവില എത്രയാ? ഒറ്റ 10 100. 5 × 100 500 ഇവിടെയുള്ള 5ന്റെ സ്ഥാനവില 500. അടുത്ത ഇവിടെയും അതേപോലെ തന്നെ ഈ 5ന്റെ സ്ഥാനവില എത്രയാ? ഒറ്റ 10 100. 5 × 100 500 ഒന്നാമത്തെ 5ന്റെ സ്ഥാനവില. പ്ലസ് ഇവിടെയോ ഒറ്റ 10 100 1000 10,000. 5 × 10,000 50,000 അടുത്ത സ്ഥാനവില. അപ്പൊ 50,000 500 കൂട്ടിയാൽ നമുക്ക് കിട്ടുക 50,500. ഇവരെല്ലാവരും കൂടെ കൂട്ടണം. 50,500 500 കൂട്ടിയ 51,000 കിട്ടുന്നുണ്ട്. 51,055 ടോട്ടൽ ഉത്തരം കിട്ടുക. അപ്പൊ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇതാണ് സ്ഥാനവിലകളുടെ ചോദ്യം. അടുത്തതിലേക്ക് പോകാം. ശ്രദ്ധിച്ചോ. 18 - 6 ഹരിക്കണം 3 ഗുണിക്കണം 4 എങ്ങനെ ചെയ്യുക? ബോർഡ് മാസ് റൂൾ ആണ്. അതായത് മാത്തമാറ്റിക്സിലെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എല്ലാം കൂടെ മിക്സഡ് ആയിട്ട് വന്നാൽ
ആദ്യം ഏത് ചിഹ്നം ഉപയോഗിക്കണം എന്ന് പറയുന്ന റൂളാണ് ബോഡ്മാസ് റൂള്. ബോഡ്മാസ് റൂള് പ്രകാരം ബ്രാക്കറ്റുള്ള സംഖ്യകൾ ഉണ്ടെങ്കിൽ ആദ്യം ബ്രാക്കറ്റിലുള്ള ക്രിയകൾ ചെയ്യണം. പിന്നെ അടുത്തത് ഓർഡർ ഉണ്ടെങ്കിൽ ഓർഡറുകൾ ചെയ്യണം. ഓർഡർ എന്ന് പറഞ്ഞാൽ പവറുകൾ, സ്ക്വയറുകൾ, ക്യൂബുകൾ, ഹോൾ റൈസ് ടു 4 അങ്ങനെയുള്ള പവറുകൾ. പിന്നെ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ഇതാണ് ബോഡ്മാസ് റൂൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, 18 - 6 ഹരിക്കണം 3 ഗുണിക്കണം 4. ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് ഇല്ല, ഓർഡർ ഇല്ല, ഡിവിഷൻ ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഡിവിഷൻ ചെയ്യണം. 6 ഹരിക്കണം 3. 18 - 6 ഹരിക്കണം 3 2 ഇൻറ്റു ഒരു 4 ഉണ്ടാകും. അടുത്തത് ഡിവിഷൻ കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 2 × 4 18 - 2 4 8. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ അഡീഷൻ ഇല്ല, സബ്ട്രാക്ഷൻ ചെയ്യണം. 18 - 8 പോയാൽ എത്രയാ? 10. അപ്പൊ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ എ 10. ഇതാണ് ബോഡ്മാസ് റൂൾ എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ബോഡ്മാസ് റൂളിന്റെ ചോദ്യങ്ങൾ ചെയ്യുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? വരാറുണ്ട്. അടുത്തത് നോക്കാം, ഡിവിസിബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. 43,312 ഏറ്റവും ചെറിയ ഏത് രണ്ടക്ക സംഖ്യ കൂട്ടുമ്പോഴാണ് 9ന്റെ ഗുണിതം ലഭിക്കുക? ചെയ്തു നോക്കാം. ചോദ്യം, 43,312 ഏത് രണ്ടക്ക സംഖ്യ കൂട്ടുമ്പോഴാണ് 9ന്റെ ഗുണിതം ലഭിക്കുക? നിങ്ങൾ ആലോചിക്കുക, ഒരു സംഖ്യ 9ന്റെ ഗുണിതമാകണമെങ്കിൽ അതിൻ്റെ അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതാകണം. അപ്പൊ ഇതിന്റെ അക്കങ്ങളുടെ തുക ഒന്ന് നോക്കുക. 4 + 3 + 3 + 1 + 2 എത്രയാ? 4 × 3 7, 7 × 3 10, 10 × 1 11, 11 എന്നും എത്രയാ? 11 × 2 എത്രയാ? 13 അല്ലെ? 4 × 3 7, 7 × 3 10, 10 × 3 13 അക്കങ്ങളുടെ തുക. അപ്പൊ അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതമാണെങ്കിൽ സംഖ്യ 9ന്റെ ഗുണിത. 4330 അല്ലെങ്കിൽ 43 എത്രയാ വരുന്നത്? 43,312 എന്ന് പറയുന്ന സംഖ്യയുടെ അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 13. അത് 9ന്റെ ഗുണിതമല്ല. അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതമാകണമെങ്കിൽ, അല്ലെങ്കിൽ അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതമാകണമെങ്കിൽ ഇനി ഇതിനോട് ഏത് രണ്ടക്ക സംഖ്യ കൂട്ടണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 13നോട് 10 കൂട്ടിയാൽ അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതാവോ? 13ഉം 10ഉം കൂട്ടിയാൽ 23 കിട്ടുക. അപ്പൊ ഇയാളല്ല. 13നോട് 11 കൂട്ടിയാലോ? 13ഉം 11ഉം കൂട്ടിയ 24 കിട്ടുക. അതും 9ന്റെ ഗുണിതല്ല. 13നോട് 14 കൂട്ടിയാലോ? 13നോട് 14 കൂട്ടിയ 27 കിട്ടുക. അപ്പ അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതമാകും. Therefore answer is option C. അപ്പൊ ഒരു സംഖ്യ 9ന്റെ ഗുണിതാണോ നോക്കാൻ ആ സംഖ്യയിലെ അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതം ആയാൽ മതി. 43,312 അക്കങ്ങളുടെ തുക 13 കിട്ടുന്നത്. അത് 9ന്റെ ഗുണിതാക്കാൻ അതിനോട് 14 കൂട്ടണം. 14 കൂട്ടിയാൽ അക്കങ്ങളുടെ തുക 27 ആകും. അപ്പൊ ഉത്തരം എത്രയാണ് വേണ്ടത്? ഓപ്ഷൻ സി 14. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി സംശയം ഉണ്ടോ? ഇതിനോട് 14 കൂട്ടിയ എത്ര ഉത്തരം കിട്ടുക? ചെയ്തു നോക്കാം. 2 ഉം 4 ഉം 6, 1 1 2, പിന്നെ ഒരു 3 3 4. അക്കങ്ങളുടെ തുക നോക്ക്. 4 3 7 3 10, 10 2 എത്രയാ? 12, 12 6 എത്രയാ? 18 കിട്ടുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതമായിട്ട് വരുന്നുണ്ട്. റെഡി? അങ്ങനെ നോക്കിയാലും മതി, ഇങ്ങനെ നോക്കിയാലും മതി. എന്തായാലും ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്തും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ റെഡിയാന്ന് വിചാരിക്കുന്നു. സെറ്റാണ്, ക്ലിയർ ആണ്. മുമ്പോട്ട് പോകാം, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 5 3 2 4 എ എന്ന സംഖ്യയിലെ അക്കങ്ങൾ വ്യത്യസ്തവും സംഖ്യ 3ന്റെ ഗുണിതവുമായാൽ എയുടെ സ്ഥാനത്ത് വരുന്ന അക്കം ഏത്? ചെയ്തു നോക്കാം. 5 3 2 4 എ എന്ന സംഖ്യയിലെ അക്കങ്ങൾ വ്യത്യസ്തവും സംഖ്യ 3ന്റെ ഗുണിതവുമാകണമെങ്കിൽ എയുടെ സ്ഥാനത്ത് വരുന്ന അക്കം ഏത്? അപ്പൊ മനസ്സിലാക്കുക, ഒരു സംഖ്യ 3ന്റെ ഗുണിതമാകണമെങ്കിൽ അതിന്റെ അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതാകണം. അപ്പൊ ഇതിന്റെ അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതാകണമെങ്കിൽ എക്ക് എന്ത് വില കൊടുക്കണം? 5 + 3 + 2 + 4 + എ. ഇത് 3ന്റെ ഗുണിതാകണമെങ്കിൽ എക്ക് കൊടുക്കേണ്ട വില എന്താ? 5 3 8, 8 2 10, 10 4 14. 14നോട് ഏത് സംഖ്യ കൂട്ടിയാലാ 3ന്റെ ഗുണിതാകുക? 14നോട് 1 കൂട്ടിയാൽ 3ന്റെ ഗുണിത, പക്ഷെ 1 ഓപ്ഷനിലില്ല. പിന്നെ 14നോട് വേറെ ഏത് കൂട്ടിയാലാ 3ന്റെ ഗുണിതം കിട്ടുക? 14 കഴിഞ്ഞിട്ടുള്ള 3ന്റെ ഗുണിതം 18 ആണ്. 18 കിട്ടണമെങ്കിൽ 4 കൂട്ടണം, 4 ഓപ്ഷനിലില്ല.
4 ഓൾറെഡി റിപ്പീറ്റ് വന്നുകൊണ്ടാണ് ഓപ്ഷൻ ഇല്ലാത്തത്. അടുത്ത ഏതാ? 14 18 കഴിഞ്ഞാൽ പിന്നെ വരുന്ന 3ന്റെ ഗുണിതം 21. 14നോട് എത്ര കൂട്ടിയാൽ 21 കിട്ടുക? 14നോട് 7 കൂട്ടിയ 21 കിട്ടുക. അപ്പൊ ഉത്തരം ഓപ്ഷൻ എ. അപ്പൊ എയുടെ സ്ഥാനത്ത് 7 എന്ന് പറയുന്ന അക്കം വരികയാണെങ്കിൽ അക്കങ്ങളുടെ തുക എന്തായിരിക്കും? 3ന്റെ ഗുണിതമായിരിക്കും. അപ്പൊ 5 3 2 4 എ എന്ന് പറയുന്ന സംഖ്യയിൽ എക്ക് എന്ത് വില ഇട്ട് കൊടുത്താലാണ് ഇയാൾ 3ന്റെ ഗുണിതാവുക? മനസ്സിലാക്കുക, ഒരു സംഖ്യ 3ന്റെ ഗുണിതമാകണമെങ്കിൽ അതിന്റെ അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതമാകണം. എക്ക് 7 ഇട്ട് കൊടുത്താൽ 14 + 7 21 കിട്ടുന്നുണ്ട്. അപ്പൊ 3ന്റെ ഗുണിതം കിട്ടുന്നുണ്ട്. ആൻസർ ഈസ് എത്രയാ? ഓപ്ഷൻ എ 21. റെഡി? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അടുത്ത് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏത്? അഭാജ്യ സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 3 5 7 അങ്ങനെ പോവുക. എന്താ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ? അതിന്റെ ഘടകങ്ങൾ ആ സംഖ്യയും ഒന്നും മാത്രമാകണം. അങ്ങനെയുള്ള സംഖ്യകളെയാണ് അഭാജ്യ സംഖ്യകൾ എന്ന് വിളിക്കുക. അപ്പൊ 2 ഒരു അഭാജ്യ സംഖ്യയാണ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഏറ്റവും ആദ്യത്തെ അഭാജ്യ സംഖ്യ, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ആരാണ്? 2 ആണ് ഉത്തരം കിട്ടുക. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ. സെറ്റാണ്, ക്ലിയർ ആണ്. അടുത്ത് 2 ലൈറ്റ് ഹൗസുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഫ്ലാഷ് ലൈറ്റുകൾ യഥാക്രമം ഓരോ 30 മിനിറ്റിലും ഓരോ 40 മിനിറ്റിലും പ്രകാശിക്കുന്നു. അവ കൃത്യം 8 മണിക്ക് ഒരുമിച്ച് പ്രകാശിച്ചുവെങ്കിൽ വീണ്ടും ഒരുമിച്ച് പ്രകാശിക്കുന്ന സമയം എന്താ? 2 ലൈറ്റ് ഹൗസുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഫ്ലാഷ് ലൈറ്റുകൾ, ഒന്നാമത്തെ ഫ്ലാഷ് ലൈറ്റ് ഓരോ 30 മിനിറ്റിലും പ്രകാശിക്കും, രണ്ടാമത്തെ ഫ്ലാഷ് ലൈറ്റ് ഓരോ 40 മിനിറ്റിലും പ്രകാശിക്കും. 8 മണിക്ക് അവർ ഒരുമിച്ച് പ്രകാശിച്ചെങ്കിൽ വീണ്ടും ഒരുമിച്ച് പ്രകാശിക്കുന്ന സമയം എത്രയാന്നാ ചോദിച്ചത്. അപ്പൊ തുടങ്ങാം. നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യേണ്ടത് 30ന്റെയും 40ന്റെയും LCM കാണുക, ലസാഗു കാണുക. എങ്ങനെയാ 30ന്റെയും 40ന്റെയും LCM കാണുക? രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരെങ്കിലും ഉണ്ടോ നോക്കുക. 10 ഉണ്ട് രണ്ടിലും കോമൺ ആയിട്ട്. അപ്പൊ 10നെ പുറത്തേക്ക് ഇടക്കുക. 30ൽ എത്ര 10? 3 10. 40ലോ 4 10. ഇനി കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പൊ LCM കാണാൻ ഇവര് 3 പേരും കൂടെ ഗുണിക്കുക. 10 × 3 × 4 3 4 12. 12 × 10 120 മിനിറ്റ്. അപ്പൊ 8 മണി കഴിഞ്ഞാൽ പിന്നെ 120 മിനിറ്റ് കഴിഞ്ഞിട്ടാ അവരെന്ത് ചെയ്യുക? ഒരുമിച്ച് പ്രകാശിക്കുക. അപ്പൊ 30ന്റെയും 40ന്റെയും LCM കണ്ടു, 120 കിട്ടുക. അപ്പൊ 8 മണിക്ക് അവർ ഒരുമിച്ച് പ്രകാശിച്ചാൽ പിന്നെ വീണ്ടും ഒരുമിച്ച് പ്രകാശിക്കുക 120 മിനിറ്റ് കഴിഞ്ഞിട്ട്. 8 മണി കഴിഞ്ഞ് 120 മിനിറ്റ് കഴിയാന്ന് പറഞ്ഞാൽ എന്താ? 120 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഹവറാന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്താ 120 മിനിറ്റ് എന്ന് പറഞ്ഞാൽ? 60 മിനിറ്റ് 1 ഹവറാ. അപ്പൊ 120 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 ഹവറാ. അപ്പൊ 8 മണി കഴിഞ്ഞ് 2 ഹവർ കഴിഞ്ഞിട്ട് അവർ ഒരുമിച്ച് പ്രകാശിക്കുക. 8 മണി കഴിഞ്ഞ് 2 ഹവർ ആവുക എന്ന് പറഞ്ഞാൽ 10 മണി. അപ്പൊ 10 മണിക്കാണ് അവർ വീണ്ടും ഒരുമിച്ച് പ്രകാശിക്കുക. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ അതാണ് ചോദ്യം. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നോക്കി നന്നായിട്ട് ശ്രദ്ധിച്ച് എഴുതാൻ പറ്റണം. അടുത്തത് നോക്കാം. രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് ആരാണ്? രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇങ്ങനെയുള്ള ചോദ്യം സ്ഥിരമായിട്ട് വരാറുണ്ട്. മറക്കാതെ ഓർത്തു വെക്കുക. 1729 രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. 1729. 2 വ്യത്യസ്ത സംഖ്യകളുടെ ക്യൂബുകളുടെ സമ്മായിട്ട് 2 വ്യത്യസ്ത രീതിയിൽ എഴുതാൻ പറ്റാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 1729. അതാണ് രാമാനുജൻ നമ്പർ എന്നറിയപ്പെടുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെക്കണം, നിർബന്ധമാണ്. ശ്രദ്ധിച്ചു. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 3/4 വലുതും 5/6 ചെറുതുമായ ഭിന്നസംഖ്യ എന്താ? സിമ്പിളാ. 2 ഭിന്നസംഖ്യകൾ തന്ന് നമ്മളോട് ചോദിച്ചത് 3/4 വലുതുമായിരിക്കണം, 5/6 ചെറുതുമായ ഒരു ഭിന്നസംഖ്യ പറയാം. എടാ ഒന്ന് ആലോചിക്കുക. 3/4 വലുതും 5/6 ചെറുതും എന്ന് പറഞ്ഞാൽ അത് രണ്ടിന്റെയും ഇടയിലുള്ള ഭിന്നസംഖ്യ എന്നാണ് ഉദ്ദേശിക്കുന്നത്. 3/4 വലുതും ആകണം, 5/6 ചെറുതും ആകണം എന്ന് പറഞ്ഞാൽ അത് രണ്ടിന്റെയും ഇടയിലുള്ള ഭിന്നസംഖ്യ എന്നാണ് ചോദ്യം. അപ്പൊ ചോദ്യത്തിൽ ചോദിച്ചത് 3/4 5/6 ഇടയിലുള്ള ഭിന്നസംഖ്യ കാണാനാ. ഇടയിലുള്ള ഭിന്നസംഖ്യ കാണാൻ ഒരു ടെക്നിക് ഉണ്ട്. നിങ്ങൾ അതിന്റെ ജസ്റ്റ് അംശവും കൂട്ടുക, ഛേദവും കൂട്ടുക. 3 5 കൂട്ടിയ 8, 4 6 കൂട്ടിയ 10. 8/10 ഉറപ്പായിട്ടും അതിന്റെ ഇടയിലായിരിക്കും. 8/10 ഒന്ന് ചെറുതാക്കാം. രണ്ടിലും കോമൺ ആയിട്ട് 2 ഉണ്ട്. 8ൽ 4 2, 10ൽ 5 2. അപ്പൊ 4/5 ഇതിനിടയിലുള്ള ഭിന്നസംഖ്യയാണ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ.
അപ്പൊ രണ്ട് ഭിന്നസംഖ്യകൾക്കിടയിലുള്ള ഭിന്നസംഖ്യ കാണാനുള്ള ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഐഡിയ ഇങ്ങനെയാണ്. രണ്ട് ഭിന്നസംഖ്യകൾക്കിടയിലുള്ള ഭിന്നസംഖ്യ കാണാൻ അംശവും കൂട്ടുക, ഛേദവും കൂട്ടിയാൽ മതി, നിങ്ങൾക്ക് ഇടയിലുള്ള ഭിന്നസംഖ്യ കിട്ടും. അതൊന്ന് നന്നായിട്ട് ആലോചിച്ച് വെക്കുക. റെഡി? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത നോക്കാം. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ ശരാശരി എങ്ങനെ കാണാം? മനസ്സിലാക്കി വെച്ചോ. 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളാണ്. 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളാണ്. അപ്പൊ ചോദ്യത്തിൽ കാണാൻ പറഞ്ഞത് ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ്. എടാ, ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ n+1/2 ആ. അപ്പൊ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 100 + 1/2, ദാറ്റ് ഈസ് 101/2. 101ന്റെ പകുതി എത്രയാ? 100ന്റെ പകുതി 50, 1ന്റെ പകുതി അര. അപ്പൊ 50.5 ഉത്തരം കിട്ടുക. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ n+1/2 ആണ്. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 100 + 1/2, 101/2, 50.5. അടുത്ത് ആദ്യത്തെ 199 ഇരട്ട സംഖ്യകളുടെ ശരാശരി. എടാ, ആദ്യത്തെ 199 ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാൻ ഓർക്കുക, ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ n+1. ഇവിടെ ആദ്യത്തെ 199 എണ്ണത്തിന്റെ ചോദിച്ചത്. അപ്പൊ 199 × 1 200. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഒന്നുകൂടെ, 1 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി. എടാ, 1 മുതൽ 100 വരെ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. 1 മുതൽ 100 വരെ 50 ഒറ്റ സംഖ്യകളാണ് ഉണ്ടാവുക. അപ്പൊ 1 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്നാ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കുക. 1 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യ. 1 മുതൽ 100 വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ട്? 1, 3, 5, 7, 9 അങ്ങനെ പോയി 99 വരെ 50 ഒറ്റ സംഖ്യകളാണുള്ളത്. അപ്പൊ 1 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യകൾ 50 എണ്ണ. അപ്പൊ ചോദ്യത്തിൽ ഉദ്ദേശിച്ചത് ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളുടെ ശരാശരി. ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ എന്നാ. അപ്പൊ ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളുടെ ശരാശരി 50 തന്നെ. ആൻസർ ഈസ് ഓപ്ഷൻ സി, 50 ആണ് ഉത്തരം കിട്ടുക. ഇതാണ് പരിപാടി. റെഡി? അടുത്ത ചോദ്യം. 10 സംഖ്യകളുടെ ശരാശരി 12 ആണ്. ഓരോ സംഖ്യയിൽ നിന്നും 3 വീതം കുറച്ചാൽ പുതിയ ശരാശരി എന്താ? നോക്കണേ, 10 സംഖ്യകളുടെ ശരാശരി 12. ഓരോ സംഖ്യയിൽ നിന്നും 3 കുറച്ചാൽ പുതിയ ശരാശരി എന്താ? ഇത് ശരാശരിയുടെ ഒരു പ്രത്യേകതയാണ്. കുറെ സംഖ്യകളുടെ ശരാശരി തന്നിട്ട് എല്ലാത്തിനും ഒരു സംഖ്യ കുറച്ചാൽ ശരാശരി എത്രയാന്ന് ചോദിച്ചാൽ ശരാശരി എന്നും ആ സംഖ്യ കുറയ്ക്കുക. എല്ലാത്തിനോടും 5 കൂട്ടിയ ശരാശരി എത്രയാന്ന് ചോദിച്ചാൽ ശരാശരിയോട് 5 കൂട്ടുക. എല്ലാത്തിനോടും 10 ഗുണിച്ചാൽ പുതിയ ശരാശരി എത്രയാന്ന് ചോദിച്ചാൽ ശരാശരിയോട് 10 ഗുണിക്കുക. അപ്പൊ എല്ലാത്തിനോടും ഒരു സംഖ്യ കൂട്ടുകയോ കുറയ്ക്കുകയോ ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താൽ ശരാശരിയിലും ആ ക്രിയ ചെയ്താൽ പുതിയ ശരാശരി കിട്ടും. ഇവിടെ പഴയ ശരാശരി 12. എല്ലാത്തിൽ നിന്നും 3 വീതം കുറച്ചാൽ പുതിയ ശരാശരി 12 - 3 9 ആയിരിക്കും. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. മറക്കരുത് അങ്ങനെയുള്ള ചോദ്യം. ഒന്നുകൂടെ, 11 സംഖ്യകളുടെ ശരാശരി തന്നിട്ടുണ്ട് 21 ആണ്. എല്ലാ സംഖ്യകളുടെയും കൂടെ 4 കൂടി ചേർത്താൽ പുതിയ ശരാശരി എന്താ? 21ന്റെ കൂടെ 4 കൂട്ടുക, 25 ആണ് ഉത്തരം കിട്ടുക. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. 25 ആണ് ഉത്തരം കിട്ടുക. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സെറ്റ്. അടുത്ത ചോദ്യം. രവിയുടെയും രമയുടെയും വയസ്സുകൾ 7:5 എന്ന അംശബന്ധത്തിലാണ്. രവിക്ക് രമയേക്കാൾ 6 വയസ്സ് കൂടുതലാണെങ്കിൽ രവിയുടെ വയസ്സ് എന്താ? സിമ്പിളാ. 2 ആളുകളുണ്ട് ഇവിടെ. രവിയുണ്ട്, അതുപോലെ തന്നെ രമയുണ്ട്. രവിയുണ്ട്, രമയുണ്ട്. അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാന്ന് തന്നിട്ടുണ്ട്? 7:5 ആന്ന് തന്നിട്ടുണ്ട്. രവിക്ക് രമയേക്കാൾ 6 വയസ്സ് കൂടുതലാ. അതിന്റെ മീനിങ് എന്താന്ന് ആദ്യം മനസ്സിലാക്കുക. രവിക്ക് രമയേക്കാൾ 6 വയസ്സ് കൂടുതലാ. എടാ, ഒരാൾക്ക് മറ്റാളേക്കാൾ കൂടുതലാണ്, കുറവാണ് എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ രവിക്ക് രമയേക്കാൾ 6 വയസ്സ് കൂടുതലാന്ന് പറഞ്ഞാൽ രവിയുടെയും രമയുടെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 6 ആണെന്ന അർത്ഥം.
അങ്ങനെയാണെങ്കിൽ രവിയുടെ വയസ്സ് എത്ര? അപ്പൊ തുടങ്ങാം. രവിയുടെയും രമയുടെയും വയസ്സുകളുടെ അംശബന്ധം 7:5. രവിക്ക് രമയേക്കാൾ 6 വയസ്സ് കൂടുതലാന്ന് പറഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ വ്യത്യാസം 6 രവിയുടെ വയസ്സ് കാണണം. അപ്പൊ തുടങ്ങാം. രവിയുടെയും രമയുടെയും വയസ്സുകളുടെ അംശബന്ധം 7:5 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നറിയോ? രവിയുടെ വയസ്സ് 7 ഭാഗം, രമയുടെ വയസ്സ് 5 ഭാഗം, വ്യത്യാസം 7ന്ന് 5 കുറച്ചാൽ 2 ഭാഗം. ആ 2 ഭാഗം 6 ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. രവിയുടെ വയസ്സ് കാണണമെങ്കിൽ 7 ഭാഗം എത്രയാന്ന് കാണണം. ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. 2നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 6 ആവാൻ നോക്കുക? 3 കൊണ്ട് ഗുണിച്ചാലാ. അപ്പൊ 7നെ 3 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം കിട്ടും 21. ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇതാണ് പരിപാടി. ഒന്നുകൂടെ. രവിയുടെ വയസ്സ് 7 ഭാഗം, രമയുടെ വയസ്സ് 5 ഭാഗം, വ്യത്യാസം 7ന്ന് 5 പോയാൽ 2 ഭാഗം. ആ 2 ഭാഗം 36 തന്നിട്ടുണ്ട്. രവിയുടെ വയസ്സ് കാണണമെങ്കിൽ 7 ഭാഗം കാണണം. 2നെ എന്തുകൊണ്ട് ഗുണിച്ചാലാ 36 കിട്ടുക നോക്കുക? 6 കിട്ടുക നോക്കുക. 2നെ 3 കൊണ്ട് ഗുണിച്ചാലാ. അപ്പൊ 7നെ 3 കൊണ്ട് ഗുണിച്ചാൽ 21. ഒന്നും കൂടെ. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അംശബന്ധം 7:5. ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലായാൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര? ചെയ്തു നോക്കാം. ചോദ്യത്തിൽ പറഞ്ഞ എന്താ? ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട്. അവരുടെ എണ്ണങ്ങൾ തമ്മിലുള്ള അംശബന്ധം 7:5. ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണെന്ന് പറഞ്ഞാൽ അവരുടെ എണ്ണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 8 തന്നിട്ടുണ്ട്. ആൺകുട്ടികൾ 7 ഭാഗമാണ്, പെൺകുട്ടികൾ 5 ഭാഗമാണ്. വ്യത്യാസം 7ന്ന് 5 പോയാൽ 2 ഭാഗം. 2 ഭാഗം 8 ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ആൺകുട്ടികളുടെ എണ്ണം കാണണമെങ്കിൽ 7 ഭാഗം കാണണം. അപ്പൊ എന്താ ഐഡിയ? 2നെ എന്തുകൊണ്ട് ഗുണിച്ചാലാ 8 ആവുക നോക്കുക? 4 കൊണ്ട് ഗുണിച്ചാലാ. അപ്പൊ 7നെ 4 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം കിട്ടും 7 4 28. ആൻസർ ഈസ് ഓപ്ഷൻ സി. 28 നമ്മുടെ ഉത്തരം കിട്ടുക. സെറ്റാണെന്ന് വിചാരിക്കുന്നു. മുമ്പോട്ട് പോകാം. ഈ സാധനം നന്നായിട്ട് നോക്കണം. ക്ലിയർ. അടുത്തത്. 1 മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന തീവണ്ടി 1 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കും? അപ്പൊ തുടങ്ങാം. ഒരു തീവണ്ടിയുടെ സ്പീഡ് എന്ന് പറയുന്നത് മണിക്കൂറിൽ 72 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 72 കിലോമീറ്റർ പെർ ഹവർ ആണ് സ്പീഡ്. നമ്മളോട് ചോദിച്ചത് ഇത് 1 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കും എന്ന് ചോദിച്ചാൽ ഈ കിലോമീറ്റർ പെർ ഹവറിലുള്ള സ്പീഡിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയാൽ മതി. ഓർക്കുക, കിലോമീറ്റർ പെർ ഹവറിലുള്ള ഒരു യൂണിറ്റിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിലുള്ള യൂണിറ്റിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഒന്നും കൂടെ പറയാം. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 1 മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന തീവണ്ടി 1 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കുന്ന. അപ്പൊ മനസ്സിലാക്കുക, തീവണ്ടിയുടെ വേഗത 72 കിലോമീറ്റർ പെർ ഹവറാ. അതായത് തീവണ്ടിയുടെ സ്പീഡ് 72 കിലോമീറ്റർ പെർ ഹവറാ. നമ്മളോട് ചോദിച്ച സെക്കൻഡിൽ എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചാൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആ സ്പീഡിനെ മാറ്റുക. മനസ്സിലാക്കിക്കോ, ഒരു സ്പീഡിനെ കിലോമീറ്റർ പെർ ഹവറിൽ നിന്നും മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ അതിനെ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഞാൻ 5/18 കൊണ്ട് ഗുണിച്ചു. 18ൽ 1 18, 72ൽ 4 18, 4 × 5 20 മീറ്റർ പെർ സെക്കൻഡാ. അപ്പൊ 1 സെക്കൻഡിൽ അയാൾ 20 മീറ്റർ സഞ്ചരിക്കും. ഓപ്ഷൻ എ ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അതാണ് പരിപാടി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റാണ്. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരാറുണ്ട്. ശ്രദ്ധിക്കണം. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എഴുതാൻ പറ്റണം. അടുത്ത്. ഒരു വാഹനം തന്റെ യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 കിലോമീറ്റർ പെർ ഹവർ വേഗതയിലും അടുത്ത 120 കിലോമീറ്റർ ദൂരം ശരാശരി 120 അല്ലെങ്കിൽ 20 കിലോമീറ്റർ പെർ വേഗത്തിലും സഞ്ചരിച്ചു എങ്കിൽ മുഴുവൻ യാത്രയിലെ ശരാശരി വേഗത എന്താ? ചോദ്യത്തിൽ പറഞ്ഞ എന്താ? ഒരു വാഹനം തന്റെ യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ സഞ്ചരിച്ച സ്പീഡ് 30 കിലോമീറ്റർ പെർ ഹവറാ. അടുത്ത 120 കിലോമീറ്റർ സഞ്ചരിച്ച സ്പീഡ് 20 കിലോമീറ്റർ പെർ ഹവറാ. അങ്ങനെയാണെങ്കിൽ മുഴുവൻ യാത്രയിലെ ശരാശരി വേഗം എത്രയാന്നാ ചോദിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ നിങ്ങൾ മനസ്സിലാക്കുക. സഞ്ചരിച്ച ദൂരം തുല്യമാണെങ്കിൽ ശരാശരി വേഗത കാണാനായിട്ടൊരു ട്രിക്ക് ഉണ്ട്. സഞ്ചരിച്ച ദൂരം തുല്യമാണെങ്കിൽ ഇവിടെ നോക്ക്, സഞ്ചരിച്ച ദൂരം 120 120.
അങ്ങനെ സഞ്ചരിച്ച ദൂരം തുല്യമാണെങ്കിൽ ശരാശരി വേഗത കാണാനുള്ള ഇക്വേഷൻ 2ab/a+b ആ. എയും ബി എന്ന് പറഞ്ഞാൽ അവിടുത്തെ രണ്ട് സ്പീഡുകളാണ്. അപ്പൊ ഇവിടെ 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്പീഡ് 30, ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്പീഡ് 20, a+b എന്ന് പറഞ്ഞാൽ 30 20 കൂട്ടി 50. 0 വെട്ടി, 5 ഒരു 5, 30 6 5, 2 6 12, 12 ഇൻറ്റു 2 24. അപ്പൊ 24 km/h ആണ് അവിടുത്തെ ശരാശരി വേഗത. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഒന്നുകൂടെ, മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു നേർരേഖയിലൂടെ ഒരു കാർ നീങ്ങുകയും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് 40 കിലോമീറ്റർ വേഗതയിൽ മടക്കുകയും ചെയ്താൽ കാറിന്റെ ശരാശരി വേഗത എന്താ? എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന സ്പീഡ് 60 km/h, ബിയിൽ നിന്ന് എയിലേക്ക് വരുന്ന സ്പീഡ് 40 km/h ആണെങ്കിൽ കാറിന്റെ ശരാശരി വേഗത ആവറേജ് സ്പീഡ് എന്താ നോക്കാം. ശരാശരി വേഗത ആവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ അങ്ങോട്ട് സഞ്ചരിച്ച ദൂരവും ഇങ്ങോട്ട് സഞ്ചരിച്ച ദൂരവും തുല്യമാണെങ്കിൽ ശരാശരി വേഗത കാണാനുള്ള ഇക്വേഷൻ, ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് സഞ്ചരിച്ച ദൂരം തുല്യല്ലേ? എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന ദൂരം തന്നെയാണ് ബിയിൽ നിന്ന് എയിലേക്ക് പോകാനും. അപ്പൊ സഞ്ചരിച്ച ദൂരം തുല്യമാണെങ്കിൽ ശരാശരി വേഗത കാണാൻ 2ab/a+b ഇക്വേഷൻ. അപ്പൊ 2 ഇൻറ്റു 60 ഇൻറ്റു 40/60 + 40 100, 2 0 വെട്ടി, 2 6 12, 12 ഇൻറ്റു 4 എത്രയാ? 48. അപ്പൊ 48 km/h ആണ് അവിടുത്തെ ശരാശരി വേഗത കിട്ടുക. ഇതാണ് ഐഡിയ. സെറ്റ് അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്, ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ചോദ്യങ്ങളാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ചെയ്യുക. അടുത്ത്, ഒരു സംഖ്യയുടെ 60% 288 ആയാൽ സംഖ്യ ഏത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാനുള്ള വഴി മനസ്സിലാക്കിക്കോ. ഒരു സംഖ്യയുടെ 60% 288 ആണെന്ന് തന്നു. സംഖ്യ ഏതാന്ന് ചോദിച്ചാൽ മുഴുവൻ സംഖ്യ എപ്പോഴും 100% നമ്മൾ എടുക്കുക. അപ്പോൾ ഒരു സംഖ്യയുടെ 60% 288 ആണെങ്കിൽ സംഖ്യ ഏതാന്ന് ചോദിച്ചാൽ 100% എത്രയാന്ന് കാണണം. അതെങ്ങനെ കാണാം? അതിനൊരു മെത്തേഡ് ഉണ്ട്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. പഠിച്ചോ? ആദ്യം ഇങ്ങോട്ട് ഗുണിക്കുക, പിന്നെ ഇങ്ങോട്ട് ഗുണിക്കുക. വലത്തോട്ട് ഗുണിക്കുമ്പോൾ 100 ഇൻറ്റു 288 ഇടത്തോട്ട് ഗുണിക്കുമ്പോൾ 60. ഇവിടെ ഒരു 0 വെട്ടി. ഇനി ബാക്കിയുള്ളത് 258 ഹരിക്കണം 6. 288 6 48 തവണയാ കിട്ടുക. അപ്പോൾ ഉത്തരം 48 ഇൻറ്റു 10 480 കിട്ടുക. അപ്പോൾ ഇവിടുത്തെ മുഴുവൻ സംഖ്യ ഓപ്ഷൻ എ 480 കിട്ടുന്നു. ഈ സംഗതി നോക്കണം. ഇത് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ്. ശരിക്കും ശ്രദ്ധിക്കണം, നന്നായിട്ട് നോക്കണം. റെഡി? അപ്പം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. റെഡി? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിച്ചോ. അടുത്ത ചോദ്യം, 4000 രൂപയ്ക്ക് 10% നിരക്കിൽ 3 മാസത്തേക്കുള്ള സാധാരണ പലിശ എന്താ? സാധാരണ പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങളൊന്ന് ഓർത്തു വെച്ചോ. PNR/100 സാധാരണ പലിശ കാണാനുള്ള ഇക്വേഷൻ. പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നിക്ഷേപിക്കുന്ന തുക, അത് 4000 ആണ്. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയർ ആണ്. നമ്പർ ഓഫ് ഇയർ 3 മാസത്തേക്കാണ്. പക്ഷെ നമ്പർ ഓഫ് ഇയർ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ പറയണം. 3 മാസത്തിനെ വർഷത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 3 മാസം എന്നുള്ളത് വർഷത്തിലേക്ക് മാറ്റുമ്പോൾ 3/12 ആകും. അപ്പൊ എന്നിന്റെ പകരം 3/12 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ എത്രയാ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക് 10 ആണ്. ഡിവൈഡർ ബൈ ഒരു 100 ഉണ്ട്. ചെയ്തു നോക്കാം. 0 0 ഇവിടെ വെട്ടി. ബാക്കിയുള്ളത് എത്രയാ? 3-ൽ ഒരു 3 ആണ്. 12-ൽ 4 3. 4-ൽ ഒരു 4 ആണ്. 40-ൽ 10 4. 10 ഇൻറ്റു 10 100 ആണ് പലിശ കിട്ടുക. അപ്പൊ 100 രൂപ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഒന്നുകൂടെ കാണിക്കാം, ശ്രദ്ധിച്ചോ. 4000 രൂപയ്ക്ക് 10% നിരക്കിൽ 3 മാസത്തേക്കുള്ള സാധാരണ പലിശ എന്താ? സാധാരണ പലിശ കാണാനുള്ള ഇക്വേഷൻ I = PNR/100 ആണ്. പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് 4000 രൂപ. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയർ ആണ്. 3 മാസം എന്നാ തന്നത്. നമ്പർ ഓഫ് ഇയറിനെ വർഷത്തിലേക്ക് മാറ്റിയിട്ട് വേണം ഈ ഇക്വേഷനിലേക്ക് യൂസ് ചെയ്യാൻ. അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് ഇയർ 3 മാസത്തിനെ വർഷത്തിലേക്ക് മാറ്റുമ്പോൾ 3/12 എന്ന് കിട്ടുന്നു.
ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ഡിവൈഡർ ബൈ ഒരു 100 ഉണ്ട്. 2 പൂജ്യങ്ങൾ ഇവിടെ വെട്ടി. 3 ഒരു 3 12 4 3 4 ഒരു 4 40 10 4. ഉത്തരം 10 × 10 100. അപ്പൊ അവിടുത്തെ സാധാരണ പലിശ കിട്ടുന്നത് 100. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തുനിന്ന് സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ നിർത്തുന്നു. ബാക്കി അടുത്ത ക്ലാസ് പറയാം. അപ്പൊ താങ്ക് യു.